നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹുൻസൂർ സാലിഗ്രാമിലെ ലോഡ്ജിൽ ദർശിത എന്ന് പറയുന്ന വിവാഹിതയായ 22-കാരിയുടെ മരണവും കണ്ണൂരിലെ മോഷണവും ഉയർത്തുന്നത് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ദർശിതയെ ഇത്തരത്തിൽ കർണാടകയിലെ ഒരു ലോഡ്ജിൽ അതിക്രൂരമായി കൊലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. സുഹൃത്ത് എന്ന് പറയുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ദർശിതയും അതുപോലെ തന്നെ ദർശിത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള പണവും സ്വർണവും അടക്കം എവിടെയാണ് എന്നുള്ള ചോദ്യമായിരുന്നു നിലനിൽക്കുന്നുണ്ടായിരുന്നത്. വളരെ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു മോഷണമായിരുന്നു. അതിനുശേഷം അത് വീതിച്ച് ഉപയോഗിച്ച് 2 പേർക്കും പിന്നീട് അങ്ങോട്ട് ജീവിക്കാമെന്നുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയ ഒരു മോഷണമായിരുന്നു. പക്ഷേ പിന്നീടാണ് ഈ കൂട്ടുകാരൻ ചതിച്ചതോടു കൂടിയിട്ടാണ് സംഭവത്തിൽ ആകെ ട്വിസ്റ്റുകൾ നിറയുകയും അത് ദർശിതയുടെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും പോലീസിനും ആകെ കുഴയ്ക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഹുൻസൂർ ബിലിക്കരയിലെ തൻ്റെ അയൽവാസിയും സുഹൃത്തുമായ ശ്രുതിയുമായി ഫോണിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ശ്രുതിയുടെ ഭർത്താവ് ശേഖറിന്റെ ഫോണിലേക്കാണ് ദർശിത വിളിച്ചിരിക്കുന്നത്. ദർശിതയുടെ മകളെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചതെന്നാണ് ശേഖർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ദർശിതയുടെ ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ നിന്നായിരിക്കും ഇനി കേസിന് നിർണായകമാകുന്ന എന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കും. ദർശിതയുടെ കൊലപാതകം നടന്നത് കർണാടകയിലായതിനാൽ കേരള പോലീസിന് അന്വേഷിക്കുന്നതിൽ പരിമിതികൾ നേരിടുന്നുണ്ട്. സിദ്ധരാജുവിനെ, അതായത് ഈ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്താൽ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. റിമാൻഡിലായ സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ കിട്ടാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് കേരള പോലീസ്. കൊലപാതക കേസ് അന്വേഷിക്കുന്നത് കർണാടക പോലീസാണ്. മോഷണ കേസിന്റെ അന്വേഷണം കേരള പോലീസിനും. ഇതിനിടെയാണ് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളും ഈ മരണവുമായിട്ട് ഉയരുന്നത്. ദർശിത ബിലിക്കരയിലെ വീട്ടിലേക്ക് പോകും വഴി വിരാജ്പേട്ടയിൽ വെച്ച് തനിക്ക് 2 ലക്ഷം രൂപ തന്നതായി വസ്ത്രങ്ങളും മുക്കുപണ്ടങ്ങളും അടങ്ങിയ ബാഗ് ഏൽപ്പിച്ചതായി പ്രതി സിദ്ധരാജു സാലിഗ്രാം പോലീസിന് മൊഴി നൽകിയിരുന്നു. 2 ലക്ഷം രൂപ കടബാധ്യത തീർക്കാനും ബൈക്കിന്റെ ലോൺ അടയ്ക്കാനും ഉപയോഗിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. ബാഗ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. സിദ്ധരാജുവിനെ ബാഗ് ഏൽപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും വസ്ത്രങ്ങളും മുക്കുപണ്ടവും മാത്രമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇയാളെ ഏൽപ്പിക്കില്ലെന്നും പോലീസ് കരുതുന്നു. ബാഗിലുണ്ടായിരുന്ന മുക്കുപണ്ടവും അത് സൂക്ഷിച്ച ബോക്സും ദർശിതയുടേതാണെന്ന് കല്യാട്ടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദർശിതയുടെ ഭർത്താവ് കല്യാട് ചുങ്കസ്ഥാനത്തെ സുഭാഷിന്റെ വീട്ടിൽ നിന്ന് 30 പവനും 4 ലക്ഷം രൂപയും നഷ്ടപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി കണ്ണൂരിലെ അന്വേഷണ സംഘം വീണ്ടും കർണാടകയിലെത്തിയിട്ടുണ്ട്. ഈ ദർശിത സിദ്ധരാജുവിന് നൽകിയെന്ന് പറയുന്ന 2 ലക്ഷം രൂപ കല്യാട്ടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണെന്നാണ് നിഗമനം. അതിനുശേഷം ഈ സ്വർണം കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം തന്നെ മുക്കുപണ്ടമാണ്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒറിജിനൽ സ്വർണം, അത് ദർശിത എവിടെ? ആ സ്വർണത്തിനെ കുറിച്ചിട്ട് യാതൊരു വിവരവും പോലീസിനില്ല. അതും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഡിറ്റനേറ്റർ വായിൽ വെച്ച് പൊട്ടിച്ച് യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് സിദ്ധരാജു പോലീസിനോട് പറഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിരാജ്പേട്ടയിൽ സിദ്ധരാജുവും ദർശിതയും കണ്ടുമുട്ടിയിരുന്നു. ബാഗ് സിദ്ധരാജുവിനെ ഏൽപ്പിച്ച ശേഷം ദർശിതയും മകളും ബിലിക്കരയിലേക്ക് പോയി. ശനിയാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും ലോഡ്ജിൽ മുറിയെടുക്കുകയുമായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു കൊലപാതകം. 2:50 ഇരുവരും മുറിയിലെത്തി. 2:54 മുറിയടിച്ച് സിദ്ധരാജു പുറത്തുപോയി. 4 മിനിറ്റിനുള്ളിൽ ദർശിതയെ സിദ്ധരാജു കൊലപ്പെടുത്തിയ ശേഷമാണ് പുറത്തുപോയത്. സിദ്ധരാജുവിന്റെ മൊഴി പോലീസ് വിശ്വസിക്കാത്തതിനാൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. 2 ലക്ഷം രൂപ വിരാജ്പേട്ടയിൽ വെച്ച് ദർശിത തനിക്ക് തന്നതായി സിദ്ധരാജു മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ പലപ്പോഴായി 80,000 രൂപയും നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നാൽ പണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. സിദ്ധരാജുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മുക്കുപണ്ടം ദർശിത നൽകിയതാണോ എന്ന് ഉറപ്പില്ല. ഇനി ദർശിത നൽകിയതാണെങ്കിൽ കല്യാട്ടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് മുക്കുപണ്ടങ്ങളാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെയും ദർശിതയുടെ ഭർത്താവിനെ അടക്കം ഒരുപക്ഷെ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ആ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഒരുപാട് ദുരൂഹതകളാണ്. വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ സിദ്ധരാജുവിൻ്റെ കയ്യിലെത്തിയപ്പോൾ അതെല്ലാം മുക്കുപണ്ടമായി മാറിയിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, കൈമാറ്റങ്ങൾ ദർശിത നടത്തിയിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും ദർശിത ഇത് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. കേരള പോലീസിന് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് കർണാടകയിലായതിനാൽ തന്നെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും
ഒക്കെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ കല്യാട്ട് നിന്ന് മോഷണം പോയെന്നാണ് പരാതി. ദർശിത 2 ലക്ഷമാണ് തനിക്ക് തന്നതെന്ന് സിദ്ധരാജു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ബാക്കി 2 ലക്ഷം എവിടെ? ഇനി അതല്ല, കല്യാട്ട് നിന്ന് നഷ്ടമായത് 2 ലക്ഷം മാത്രമാണോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. 6 വർഷമായി സിദ്ധരാജുവും ദർശിതയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കല്യാട്ടെ വീട്ടിൽ നിന്ന് 3 ബാഗുമായാണ് ദർശിത പോയത്. എന്നാൽ ദർശിത ഹുൻസുവിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ 2 ബാഗുമായാണ്. ദർശിതയുടെ പെരുമാറ്റത്തിൽ കുറച്ചുനാളായി മാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭർത്തൃ സഹോദരൻ സൂരജ് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട്ടെ സ്വദേശി സുമതയുടെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയത്. സുമതയുടെ മകന്റെ ഭാര്യ ദർശിത സംഭവ ദിവസം സ്വദേശമായ കർണാടകയിലെ ഹുൻസൂരിലേക്ക് പോയതും സംശയത്തിന് ഇടയാക്കി. തുടർന്ന് ദർശിതയെ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് കർണാടകയിലെ ഒരു ലോഡ്ജിൽ ദർശിതയെ അതിക്രൂരമായി ഈ ഒരു ഭാഗം ഡിറ്റനേറ്റർ ഉപയോഗിച്ച് പൊട്ടിച്ച് അത്തരത്തിലുള്ള ഒരു മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അതിന് പിന്നാലെ തന്നെ സിദ്ധരാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ ഒരു ഹോട്ടലിൽ ഇരുവരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം സിദ്ധരാജു ഭക്ഷണം വാങ്ങാൻ എന്ന നിലയിൽ പുറത്തേക്ക് പോവുകയായിരുന്നു. തിരിച്ചു വന്ന ശേഷം മുറിയുടെ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടൽ ജീവനക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് അവരെത്തി വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു. ഈ സമയത്ത് അകത്ത് കടന്നപ്പോഴാണ് വളരെ വികൃതമായിട്ടുള്ള നിലയിൽ ദർശിതയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ആ സമയമൊക്കെ തന്നെ സിദ്ധരാജു പറഞ്ഞിരുന്നത് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചുള്ള മരണമാണ്, അങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മൃതദേഹം അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഹോട്ടൽ ഉടമയാണ് അവിടെ നിൽക്കട്ടെ പോലീസ് വന്നിട്ട് മാറ്റാമെന്ന് പറയുകയൊക്കെ തന്നെ ചെയ്തത്. അതാണ് പിന്നീട് ഇത്തരത്തിലൊരു കൊലപാതകമാണ്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നത്. ഏതായാലും നിലവിൽ സിദ്ധരാജു ഇത്തരത്തിൽ ദർശിതയെ കൊലപ്പെടുത്താൻ കാരണം കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതും മാത്രവുമല്ല ഭർത്താവിൻ്റെ കൂടെ വിദേശത്തേക്ക് പോകാനായിട്ട് ദർശിത പ്ലാൻ ചെയ്യുന്നതുമാണ് എന്നാണ്. എന്നിരുന്നാലും ഒരുപാട് ദുരൂഹതകളാണ് ഉയരുന്നത്. എന്തിനാണ് അങ്ങനെയെങ്കിൽ ഇത്രയും സ്വർണവും അതുപോലെ തന്നെ ഈ പണവും സിദ്ധരാജു അതുമായി അവിടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിക്കൊണ്ട് സിദ്ധരാജുവിൻ്റെ അടുത്തേക്ക് എത്തിയത്? സിദ്ധരാജുവിന് ഈ മുക്കുപണ്ടങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ള സ്വർണത്തിൻ്റെ ബാഗ് നൽകിയത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്വർണം എവിടെ? വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ മുക്കുപണ്ടമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തുവരും. കർണാടക പോലീസും കേരള പോലീസുമാണ് കേസ് അന്വേഷിക്കുന്നത്.